ബോഡീൻ്റെ വാക്കും പഴയ ചാക്കും കണക്കാ. പ്രളയകാലത്ത് നമ്മളെ സഹായിച്ച സൈന്യത്തെ സഹായിച്ച ഹെലികോപ്റ്ററിന് വാടക, അരിക്ക് വാടക. പിന്നെ ഒരു ഇന്ത്യ രാജ്യത്തിലെ ഒരു സംസ്ഥാന സ്റ്റേറ്റിനെ ഇങ്ങനെ അവഗണിക്കേണ്ട കാര്യം എന്താ? അവർക്കിടെ അധികാരമില്ലാതുകൊണ്ടല്ലേ അല്ലേ അവർ കളിച്ചു കൂടുന്ന കളി എന്നാ? സ്വന്തമായിട്ട് റെയിൽവേ ഉണ്ടാ, സ്വന്തമായിട്ട് എയർപോർട്ട് ഉണ്ടാ, എല്ലാം വിറ്റ് തുളച്ച് ഒന്നുമില്ലാണ്ടായി. 2 കോടി തൊഴിലവസരങ്ങൾ എവിടെ? തൊഴിലവസരങ്ങൾ എവിടെ? ഉള്ള എല്ലാ സ്റ്റേറ്റിൽ നിന്നും ആൾക്കാർ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു, സമാധാനത്തോടെ സംതൃപ്തിയോടെ നമ്മളെ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന് ജോലി ചെയ്യുന്നു. ഈ മോദിൻ്റെ ഗുജറാത്തും അല്ലെ മോദിൻ്റെ UP-യും സ്വർഗ്ഗരാജ്യമാണെങ്കിൽ പിന്നെ അവിടെ കടന്നാൽ പോരെ? ഈ മരത്തെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്. ഈ ചേട്ടൻ പറയുന്ന കാര്യമുണ്ടല്ലോ 100% ശരിയായിട്ടുള്ള കാര്യമാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അതിഥി തൊഴിലാളികളുടെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നു, കേരളത്തിൽ എന്തുകൊണ്ട് ഒരു സാന്നിധ്യം കൂടി വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, മറ്റുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ദൈനംദിന തൊഴിലാളികളുടെ കൂലി 3 ഇരട്ടി കൂടുതലാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം, 8 മണിക്കൂർ എന്ന സമയപരിധി, അതിനു മേലെയും ജോലി ചെയ്തു കഴിഞ്ഞാൽ ഓവർ ടൈം കൂടിയുള്ള ഒരു കൂലി ശമ്പളം. മൂന്നാമത്തെ കാര്യം, ജാതിയോ വർഗീയമായിട്ടുള്ള വിവേചനങ്ങളോ നോക്കാതെ എല്ലാവർക്കും തുല്യ അവകാശം. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ പലയിടങ്ങളും തൊഴിലാളികൾക്ക് താമസ സൗകര്യവും ഭക്ഷണവും തൊഴിൽ ഉടമകൾ തന്നെ നൽകാറുണ്ട്. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ആരോഗ്യ പരിരക്ഷ. ഇതൊക്കെ അവിടെ കിട്ടാത്തത് കൊണ്ടാണല്ലോ അല്ലേ നമ്മുടെ കേരളം എല്ലാവരിൽ നിന്ന് വ്യത്യസ്തരാകുന്നത്. അതുകൊണ്ടാണല്ലോ അവരിവിടെ വന്ന് കൂടുകൂട്ടുന്നത്.